നമസ്തേ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ക്രിസ്മസ് എക്സാം വന്നു കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ പരീക്ഷയാണ് സംസ്കൃതം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ടൊരു ടിപ്പുമായിട്ടാണ് വന്നത്. നമുക്ക് നോക്കാം. ലൗകിക ന്യായ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലൗകിക ന്യായങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ലൗകിക ന്യായത്തിലെ ഭാഗമായിട്ട് ഏത് പാഠമാണ്? നമ്മുടെ കുരുസിംഹാവലോകനം എന്നാണ് അല്ലേ പാഠത്തിൻ്റെ പേര്. ആ പാഠത്തിൽ കുറച്ച് ന്യായങ്ങൾ പഠിച്ചു. എത്ര ന്യായങ്ങൾ നമ്മൾ പഠിച്ചു? 4 ന്യായങ്ങളാണ് പഠിച്ചത് അല്ലേ? ഏതൊക്കെയാണ് ന്യായങ്ങൾ? ഏതൊക്കെയാണ്? ഗുഡാഗുളികന്യായ, നീരക്ഷീരന്യായ, സോപാനാരോഹണന്യായ, സിംഹാവലോകനന്യായ എന്നിങ്ങനെ 4 ന്യായങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ലൗകിക ന്യായങ്ങൾ നോക്കാം. എന്താ ലൗകിക ന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ? ഉക്തികളാണ് അല്ലേ? പറഞ്ഞു വെച്ച വാക്യങ്ങളാണ് അല്ലേ? വർണ്ണന പ്രധാന ഭവതി സാഹിത്യരചന. വർണ്ണനയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് സാഹിത്യരചനകൾ അല്ലേ? സാഹിത്യരചനകളിൽ ലൗകിക ന്യായ പ്രസിദ്ധാഹ. ലൗകിക ന്യായങ്ങൾ വളരെ പ്രസിദ്ധമാണ്. എത്ര വിശാലമാശയം സംക്ഷേപേണ പ്രതിപാദയതി സഹ ലൗകിക ന്യായ. എവിടെയാണോ വിശാലമാശയം, വലിയ ആശയങ്ങളൊക്കെ, ഒരുപാട് ആശയം ഉണ്ടാവും, എന്നാൽ അത് സംക്ഷേപേണ, അതായത് വളരെ ചുരുക്കിയിട്ട്, സംക്ഷേപേണേന പ്രതിപാദയതി സഹ ലൗകിക ന്യായ. സംക്ഷേപണമായിട്ട് ചെറിയൊരു രൂപത്തിൽ ചുരുക്കിയിട്ട് പറയുന്നതിനെയാണ് ലൗകിക ന്യായങ്ങൾ എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷായം പ്രസിദ്ധാഹ ബഹവഹ ന്യായഃ സന്തി. സംസ്കൃത ഭാഷയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ന്യായങ്ങളുണ്ട്. കുരുസിംഹാവലോകനം ഇതി പാഠഭാഗേ ചത്വാരഃ ന്യായാഃ പ്രതിപാദിതാഃ. കുരുസിംഹാവലോകനം എന്ന പാഠഭാഗത്ത് 4 ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗുഡാഗുളികന്യായ, നീരക്ഷീരന്യായ, സോപാനാരോഹണന്യായ, സിംഹാവലോകനന്യായ എന്നിങ്ങനെ 4 ന്യായങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അല്ലെ? ഗുഡാഗുളികന്യായ. എന്താണ് ഗുഡാഗുളികന്യായം എന്ന് വെച്ചാൽ എന്ന് പറയുന്നു, തിക്തരസാം ഗുളികാം ശർക്കരയാ സഹ ദദതി ചേത് ശിശവഃ ഘാതന്തി. തിക്തരസ, കയ്പുള്ള അല്ലേ? തിക്തരസമാണ് അല്ലെ? കയ്പുള്ള രസത്തിലുള്ള ഗുളിക ശർക്കരയിൽ ചേർത്തിട്ട് ദദാതി ചേത് നൽകുകയാണെങ്കിൽ ശിശവഃ ഘാതന്തി, കുട്ടികൾ കഴിക്കും അല്ലേ? നമ്മൾക്കൊക്കെ എങ്ങനെയാണ് പണ്ട് ചെറുപ്പകാലത്തൊക്കെ അമ്മമാർ തരാറില്ലേ? കയ്പുണ്ടെങ്കിൽ അത് മധുരമായിട്ട് നമുക്ക് തരും അല്ലേ? അപ്പം കയ്പുള്ള ഗുളികകൾ ശർക്കരയിൽ ചേർത്ത് കൊടുത്താൽ കുട്ടികൾ കഴിക്കും അല്ലെ? ശിശുക്കൾ കഴിക്കും. തദ്വത്, അതുപോലെ, തദ്വത് എന്ന് പറഞ്ഞാൽ അതുപോലെ, വിവിധ രസയുക്താനി, പല രസത്തിലുള്ള, പല ടേസ്റ്റുകളിലുള്ള കാര്യങ്ങൾ സാധയിതും, പലതരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യായമാണ് ഗുഡാഗുളിക ന്യായ പ്രയുജ്യത. അതിനു വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡാഗുളിക ന്യായം പ്രയോഗിക്കുന്നു, പ്രയുജ്യതേ. നീരക്ഷീരന്യായ. എന്താ നീരക്ഷീരന്യായം എന്ന് പറഞ്ഞാൽ? നീരം എന്ന് പറഞ്ഞാൽ ജലമാണ്, ക്ഷീരം പാലാണ് അല്ലേ? വെള്ളവും പാലും എന്ന ന്യായം അല്ലെ? അതെങ്ങനെയാണ്? ഹംസഃ നീരമിശ്രിതാൽ ക്ഷീരാത് ക്ഷീരമേവ സ്വീകരോതി ഇതി പ്രസിദ്ധി അസ്തി. എന്താണ്? ഹംസം അല്ലെ? ഒരു അരയന്നം അല്ലെങ്കിൽ ഹംസം നീരം കലർത്തിയിട്ടുള്ള, വെള്ളത്തിൽ കലർത്തിയിട്ടുള്ള പാല്, അതിൽ നിന്നും ക്ഷീരമേവ, ക്ഷീരം മാത്രം, ക്ഷീരമേവ എന്ന് പറഞ്ഞാൽ ക്ഷീരം മാത്രം സ്വീകരിക്കും, എടുത്തു കുടിക്കും. ഇത് പ്രസിദ്ധി അസ്തി, ഒരു പ്രസിദ്ധിയുണ്ട്, അത് ഉറപ്പാണ്. ഹംസത്തിന്റെ മുന്നിൽ ഒരു പാലും വെള്ളം കലർത്തി വെച്ച് കൊടുത്താൽ അതിൽ നിന്നും വെള്ളം മാറ്റിയിട്ട് പാല് മാത്രം ആര് കുടിക്കും? ഹംസം കുടിക്കും എന്നാണ് അല്ലെ? തദ്വത്, അതുപോലെ തന്നെ, സാരം സ്വീകരോതു, സാരം എടുത്തോളൂ, സ്വീകരിക്കൂ. നിസ്സാരം ത്യജതു, നിസ്സാരമായതൊക്കെ, അധികം വേണ്ടാത്തതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത് ത്യജതു, ഒഴിവാക്കൂ. ഇത് അർത്ഥേ അയം ന്യായ പ്രയുജ്യത്തെ, ആ അർത്ഥത്തിൽ ഈ ന്യായം പ്രയോഗിക്കുന്നു. സോപാനാരോഹണ ന്യായ, അതായത് പടി കയറുന്ന ന്യായം. ഓരോ സ്റ്റെപ്പും അടിവെച്ച് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള അർത്ഥം അല്ലെ? കാര്യക്ഷേത്രം, നമ്മുടെ കാര്യക്ഷേത്രത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ കർമ്മ രംഗത്ത് ഏകൈകം വിജയം പ്രാപ്യ, ഓരോ വിജയവും നേടിയിട്ട്, ഈ വിജയം നേടി ആ വിജയം നേടാതെ, അങ്ങനെയല്ല, ഓരോ വിജയങ്ങളും ഇങ്ങനെ നേടിയിട്ട് അഗ്രേ ഗമനം, മുന്നോട്ട് പോകുക എന്നതാണ് സോപാനാരോഹണം. ഓരോ സ്റ്റെപ്പ്, ഓരോ പടികളും കയറി മുന്നിൽ കയറുക എന്നുള്ള അതിൻ്റെ ന്യായമാണ്. ക്രിയതേ തത്ര സോപാനാരോഹണ ന്യായ എന്ന് പറയുന്നത്, ഓരോ വിജയവും നേടി മുന്നോട്ട് പോകുക എന്നതിനെയാണ് നമ്മൾ സോപാനാരോഹണ ന്യായ എന്ന് പറയുന്നത്. അടുത്തത് സിംഹാവലോകന ന്യായ. എന്താ സിംഹാവലോകന ന്യായം?
ആത്മനഃ സർവമപി ചരിതം പുനരവലോകയേത്. ആത്മനഃ നമ്മൾ സ്വയം ചെയ്തിട്ടുള്ള എല്ലാ ചരിതവും പുനരവലോകയത്, വീണ്ടും നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കണം, എത്തി നോക്കണം എന്നുള്ള അർത്ഥം. വീണ്ടും പരിശോധിക്കണം. അർത്ഥാത് എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ കാര്യപ്രാപ്തേഹ അനന്തരം, നമ്മൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കൃതം കാര്യം, ചെയ്ത കാര്യങ്ങളെല്ലാം പുനരവലോകയത്, വീണ്ടും അവലോകനം ചെയ്യുക, ഒന്ന് വകഞ്ഞു നോക്കുക. ഇതി അതഃ സിംഹാവലോകന ന്യായ, അതുകൊണ്ട് ഇത് സിംഹാവലോകന ന്യായമാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ലൗകിക ന്യായത്തിനെ കുറിച്ചുള്ള ടിപ്പണി. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ശരി. അപ്പം വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ശരി, ധന്യവാദ.